ഹലോ, വെൽക്കം ടു ബിനീഷ് വ്ളോഗ്സ്. ഇന്ന് നമ്മളൊരു പുളിങ്കറി ഉണ്ടാക്കാനാണ് പോകുന്നത്. ഉലുവ കൊണ്ടുള്ളൊരു പുളിങ്കറി. ഇതൊരു തമിഴ്നാട് സ്റ്റൈൽ കറിയാണ്, പക്ഷെ നല്ല ടേസ്റ്റായ ഒരു കറിയാണ്. ഇത് മീൻകറി പോലെ ഇരിക്കും. നമ്മുടെ മീൻകറി ഈക്വലായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റുന്ന ഒരു കറിയാണ്. ഇതുണ്ടെങ്കിൽ വേറെ ഒരു കൂട്ടാനും വേണ്ട. ഒരു പപ്പടം വറുത്തുണ്ടെങ്കിൽ ധാരാളം. അതുപോലെ നല്ല സൂപ്പർ ഒരു കറിയാണ്. ഇത് നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഇപ്പം വെന്തയ പുളിക്കറും പിന്നുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ചേർത്ത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഉണ്ടാക്കുമ്പോൾ ഞാൻ എല്ലാ സാധനങ്ങളും ഓരോന്നോരോന്നായിട്ട് എത്രയാണെന്ന് പറഞ്ഞു തരാമേ. അടുപ്പ് കത്തിച്ച് സ്റ്റാർട്ട് ചെയ്യാം. പാൻ ചൂടായി. നമുക്ക് കുറച്ച് എണ്ണയും കൊണ്ടുവയ്ക്കാം. കുറച്ച് മതിയേ. ഒരു ടീസ്പൂൺ എണ്ണയും കൊണ്ടുവയ്ക്കാം. നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കണം. ഉലുവ 1 സ്പൂണാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ പകുതി ഇതിനകത്ത് ചേർക്കാം, പകുതി വീണ്ടും രണ്ടാമത് ചേർക്കാം. ഇതാ അര ടീസ്പൂൺ ഉലുവ ഇട്ട് ഉലുവ ചെറിയ സിമ്മിൽ വെക്കാം. സിമ്മിൽ വെച്ച് ചെറിയ തീയിൽ നല്ല ബ്രൗൺ ആയിട്ട് പൊരിഞ്ഞു വരണം. നല്ല കളർ വന്നു. ഇപ്പം നമുക്ക് അര ടീസ്പൂൺ ജീരകം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ ജീരകം പെട്ടെന്ന് അങ്ങ് പൊരി. ജീരകം പൊരിഞ്ഞു വരുമ്പോൾ അതിനകത്തോട്ട് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മുളക് മുളക് ബ്രൗൺ. കറിവേപ്പില നന്നായിട്ട് പൊരിഞ്ഞ് വരുന്ന സമയത്ത് ഒരു 2 ഉണക്കമുളക് ഞാൻ ഇങ്ങനെ മുറിച്ചിടുവാണേ. 2 ഉണക്കമുളക് അങ്ങോട്ട് മുറിച്ചിട്ട് കൊടുക്കാം. ഓരോന്നും സ്റ്റെപ്പായിട്ട് ചെയ്യണേ, ഇല്ലെങ്കിൽ ഓരോന്നിൻ്റെ ഒന്നും കറക്റ്റ് പാകത്തിൽ അത് മൂത്തൊന്നും വരത്തില്ല. അപ്പോൾ ഓരോന്നും അതിൻ്റേതായ സ്റ്റെപ്പിൽ ചെയ്തെങ്കിൽ കറക്റ്റ് പരുവത്തിൽ കറി കിട്ടത്തുള്ളൂ. അത് സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കറിയാണ്. ഇച്ചിരി തെറ്റിപ്പോയെങ്കിൽ കയ്പായിരിക്കും. ഇപ്പം നമുക്ക് ഒരു അര സ്പൂണ് കുരുമുളക് ഇട്ട് കൊടുക്കാം. കുരുമുളകും പൊരിയണം. കണ്ടോ, കുരുമുളക് പൊരിക്കുന്നുണ്ടോ? ഇപ്പം പൊരിഞ്ഞു വന്നു. ഇപ്പം നമുക്ക് കുറച്ച് തേങ്ങയുള്ളൂ. ഒരു അരമുടി, ഒരു 2 ചിരവയെന്നൊക്കെ പറയത്തില്ലേ, അത്രയും തേങ്ങ അങ്ങോട്ടിട്ട് കൊടുക്കാം. തേങ്ങ അതിന് വെള്ളമൊക്കെ പറ്റി ഒന്ന് ലൈറ്റ് ഒരു നമ്മൾ തീയലിൽ വറക്കുന്ന പോലെ ഒന്നും വറക്കരുത്. ലൈറ്റ് ഒരു ബ്രൗൺ കളർ ആകുന്ന പോലെ അതിൻ്റെ തേങ്ങയുടെ വെള്ളമൊക്കെ പറ്റി ലൈറ്റ് കളർ. കറി തിളക്കിപ്പോൾ ഭയങ്കര മണമായിരിക്കും. സൂപ്പർ സ്മെല്ലായിരിക്കും കറിക്ക്. നല്ല ഇതിൻ്റെ കൂടെ കൂട്ടാൻ വന്ന് വേറെ കൂട്ടാനേ വേണ്ട, ഒരു പപ്പടം മാത്രം മതി. നല്ല ചൂട് ചോറും പിന്നെ ഉലുവ പുളിങ്കറിയും ഉണ്ടെങ്കിൽ ചോറുണ്ണാൻ വേറെ ഒരു കൂട്ടാനും വേണ്ട. അതുപോലെ ടേസ്റ്റി ഒരു കറിയാണ്. നിങ്ങളവർക്ക് ഉലുവ ഇത്ര ഉലുവ ചേർത്ത് ഇനി രണ്ടാമതൊക്കെ ഉലുവ ചേർത്ത് ചെയ്യുമ്പോൾ ഇത് ഭയങ്കര കയ്പായിരിക്കുമെന്ന് വിചാരിക്കും. ഒട്ടും കഴിക്കത്തില്ല. നല്ല ടേസ്റ്റി ഒരു കൂട്ടാനാണ്, കറിയാണ്. ഇത് ഇഡ്ഡലിക്കും ദോശയ്ക്കും ചോറിനും എല്ലാം കൊള്ളാം. പിന്നെ 2 ദിവസം വെച്ചിരുന്ന് കൂട്ടുകയും ചെയ്യാം. കെട്ടുപോകത്തില്ല പെട്ടെന്ന് ഈ കറിയെ. സാധാരണ ഇതിൻ്റെ ഒതൻറ്റിക് വേർഷൻ ആണെങ്കിൽ നമ്മൾ നല്ലെണ്ണയാണ് ഒഴിക്കേണ്ടത്. എനിക്ക് നല്ലെണ്ണ അത്ര ടേസ്റ്റ് ഇഷ്ടമല്ലാത്ത കാരണം ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നത്. ഇപ്പം ഈ ഒരു പരുവത്തിൽ തേങ്ങ മൂത്താൽ മതിയേ. ഇത് കണ്ടോ, ഈ പരുവത്തിൽ തേങ്ങ. ഇപ്പം ഈ പരുവത്തിൽ നമുക്കൊരു 4 പല്ല് വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളി ഇട്ട് അതൊന്ന് ഒത്തിരി മൂക്കൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പൊടികളൊക്കെ ചേർക്കാമേ. ഇത്രയും ഒത്തിരി മഞ്ഞപ്പൊടി വേണ്ട. മഞ്ഞപ്പൊടി ഒത്തിരി ഇട്ടാൽ കറിയുടെ കളർ മാറിപ്പോവല്ലോ. ഇതിന് ഉലുവ കറിക്ക് ഉലുവയുടെ കളറാണ് വേണ്ടുന്നത്. ഉലുവ കളറിലിരിക്കണം. അപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടി. മുളക് പൊടി 1 ടീസ്പൂൺ. ഓൾറെഡി നമ്മൾ 3 മുളക് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. കുരുമുളക് 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി. ഇനി നമുക്ക് വേണ്ടുന്നത് 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഞാൻ അരച്ചു വെക്കുന്ന കറിക്കൊക്കെ മെയിൻ മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ചേർക്കുമ്പോൾ ആ കറിയുടെ മണവും ടേസ്റ്റും പിന്നെ
കറിക്ക് കൊഴുപ്പുമൊക്കെ കിട്ടുന്നത്. അതുകൊണ്ട് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. ഇപ്പം നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തേക്കാം. അടുപ്പ് ഓഫ് ചെയ്തിട്ട് ഇതിനകത്തൊന്ന് ഈ ചൂടിനകത്ത് കിടന്ന്, തേങ്ങ ഒക്കെ നല്ല ചൂടല്ലേ, ചൂടിനകത്ത് കിടന്ന് അതങ്ങ് മൂക്കും. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്കിപ്പോൾ അരച്ചുകൊണ്ട് വരണം. ഇത് അരച്ച് കഴിഞ്ഞിട്ട് പിന്നാണ് ഇനി സെക്കൻഡ് 2 ട്രിപ്പായിട്ട് ഈ കറി ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ് ഇത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഇപ്പം ഇത് നമുക്ക് അരച്ചുകൊണ്ട് വരാം. മിക്സിയിൽ നല്ലതായിട്ട് ഫൈനായിട്ട് അരയ്ക്കണം, നന്നായിട്ട് അരയ്ക്കണം. ഇപ്പം ഞാൻ മസാല അരച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ അതിൻ്റെ കൺസിസ്റ്റൻസി പിന്നെ കാണിക്കാം. ഇപ്പം രണ്ടാമത് നമ്മൾ കറിക്ക് താളിക്കാൻ തുടങ്ങുക. ഇപ്പോൾ പാത്രം ചൂടായി, നമ്മൾ എണ്ണ ഒഴിക്കുക. ഇച്ചിരി ഏറെ എണ്ണ ഒഴിക്കണേ. അത്ര എണ്ണ കണ്ടോ, ഇത്ര എണ്ണ ഒഴിക്കണം. ഇത് ഇച്ചിരി എണ്ണ വേണ്ടുന്ന കറിയാണ്. ആയിട്ട് ചൂടാകുമ്പോൾ നമ്മൾ 1/2 സ്പൂണ് ഉലുവായിട്ട് കൊടുക്കും. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ 1/2 സ്പൂണ് ഉലുവ വീണ്ടും ഇട്ട് കൊടുക്കുവാണേ. ഉലുവ നന്നായിട്ട് പൊരിയണം, കരിഞ്ഞു പോകരുത്. പൊരിഞ്ഞു വരുന്നുണ്ട്. ആ സമയം ഇത്രയും പെരുങ്കായം ഇതും കൂടെ ഇട്ട് കൊടുക്കാം. കായവും പൊരിഞ്ഞു, ഉലുവയും മൂത്ത് വന്നു. ഇപ്പം ഞാൻ ഒരു 150 ഗ്രാം ചെറിയുള്ളി എടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിടാം. ഉള്ളി എത്ര വേണേലും ഇടാം. ഇപ്പോൾ ഉള്ളിക്ക് ഭയങ്കര വിലയല്ലേ, 100 120 ഏതാണ്ട. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഇനി കുറച്ചും കൂടെ ഉള്ളി ഇട്ടാലും നല്ലതായിരിക്കും. പക്ഷെ സവോള ചേർക്കരുത്. സവോള ചേർത്ത ഈ കറിക്ക് ഒരു ടേസ്റ്റും ഇല്ല. സവോള ചേർത്താൽ ഈ കറിയുടെ ടേസ്റ്റേ പോകും. ഉള്ളി വില കുറവുള്ളപ്പോൾ ഇനിയും ചേർക്കാം. 1/4 കിലോ ഉള്ളിയൊക്കെ ഇടാം. ഉള്ളി ഒരുവിധം മൂത്ത് വരുമ്പോഴത്തേക്കിന് ഒരു പകുതി ഒന്ന് പിരിഞ്ഞൊക്കെ വരുന്ന സമയം നമ്മൾ ഒരു 15 പല്ല് വെളുത്തുള്ളി വേറെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് തന്നെയാണ് മുമ്പേ അരയ്ക്കാനെടുത്തത്. ഇത്രയും വെളുത്തുള്ളി അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ കിടന്ന് ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ അങ്ങോട്ട് പൊരിഞ്ഞ് വരുമ്പോൾ കൂടെ കായും പിന്നെ നമ്മുടെ മെയിൻ താരം ഉലുവയും ഒക്കെ ഉണ്ടല്ലോ, എല്ലാവരും കൂടെ കിടന്നങ്ങോട്ട് പൊരിഞ്ഞ് വരുമ്പോഴത്തേക്കിന് എന്നാ ഒരു സ്മെല്ലാണെന്നറിയാമോ? എല്ലാം ഒരു മണമാണ്, നല്ല അട്രാക്റ്റീവ് സ്മെൽ. ഇപ്പം ചോറുണ്ണണമെന്ന് തോന്നും, അതുപോലത്തെ മണമാണ് വരുന്നത്. ഇപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. ഇത്രയും ഈ പരുവം ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ഒരു 2-3 ഉണക്കമുളക് മുറിച്ചിടാം. 3 ഇട്ടേക്കാം. 3 ഉണക്കമുളക് മുറിച്ചിടാം. അതൊന്ന് മൂക്കട്ടെ. ഇത് കറിയാകുമ്പോൾ ഇച്ചിരി മുളകും പിന്നെ കറിവേപ്പിലയൊക്കെ കിടന്നാലല്ലേ ആ കറിക്കൊരു രസം ഉണ്ടാകത്തുള്ളൂ കാണാൻ. ടേസ്റ്റിനെക്കാട്ടിലും കണ്ണിന് കാണുമ്പോൾ അത് കൂട്ടാൻ തോന്നിയെങ്കിലല്ലേ നമ്മൾ കഴിക്കുകയുള്ളൂ. കണ്ണിന് കാണുന്ന ഒരു സൗന്ദര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഇല്ല. അതിനാണ് ഇപ്പോൾ മുളക് മുറിച്ചിട്ടേക്കുന്നത്. കറിക്കകത്ത് അവിടെ ഇവിടെയൊക്കെ ഒരു മുളകും കരിവേപ്പിലയൊക്കെ കിടക്കുമ്പോൾ കാണാൻ നല്ലൊരു ചന്തമാണ്. രണ്ട് കറിവേപ്പിലയും കൂടി ഇടാം. അതിനകത്ത് നമ്മൾ അരച്ചിട്ടുമുണ്ട് കറിവേപ്പിലയെ. ഇപ്പോൾ സെക്കൻഡ് ട്രിപ്പ് കറിവേപ്പില ഇട്ടതാണ് ഇത്. ഇതിനകത്തോട്ട് നമ്മളിപ്പം തക്കാളി ഇടണം. ഇത് ഞാൻ 2 തക്കാളി വെട്ടി വെച്ചേക്കുന്നതാണ്, പീസാക്കി വെച്ചേക്കുന്നത്. 2 ടൊമാറ്റോ. മുളകും മൂത്തു, കറിവേപ്പിലയൊക്കെ മൂത്ത് കഴിഞ്ഞിട്ടാണ് തക്കാളി ഇട്ടത്. തക്കാളിയിൽ വെള്ളമുള്ളതായതുകൊണ്ട് പിന്നെ മുളക് മൂക്കത്തില്ലല്ലോ, അതിന് മുമ്പായിട്ട് മുളകിട്ടത്. മുളകും കരിവേപ്പിലയും ഇട്ടത്. കരിവേപ്പിലയൊക്കെ നല്ല കണ്ടില്ലേ, നല്ല പൊരിഞ്ഞ് കിടക്കുക. അപ്പോൾ ഇതിനകത്തോട്ട് ഒരു ശകലം ഉപ്പിടാമേ. 1 ടീസ്പൂൺ ഇട്ടാൽ മതി. ടൊമാറ്റോ ഒന്ന് വാടിക്കിട്ടാനായിട്ട്. ഇപ്പോൾ ഈ സമയം ഇത്രയായാൽ മതി. തക്കാളിയൊക്കെ വെന്തു നല്ലപോലെ. തക്കാളിയൊക്കെ നല്ലതായിട്ട് വെന്ത്, ഉള്ളിയും വെന്ത്, വെളുത്തുള്ളിയൊക്കെ വെന്ത് നല്ല സൂപ്പറായിട്ടിരിക്കുക. ഈ സമയം നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മസാല ഒഴിക്കാം. ഇത് അരച്ച് വെച്ചേക്കുന്ന മസാല ഇതാണ്. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടോ, ഇങ്ങനെ.
ഇങ്ങനെ ഇരിക്കും. ഈ മസാല ഇപ്പം നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് പാത്രം കഴുകിയാൽ ഒഴിക്കാം. നല്ലതായിട്ട് പാത്രം നല്ലതായിട്ട് നമ്മുടെ ഗ്രൈൻഡർ നല്ലതായിട്ട് കഴുകി അങ്ങ് ഒഴിച്ചേക്കാം. ഇപ്പോൾ ഒരു ശകലം ഇതും കൂടി ചേർക്കാം, മഞ്ഞൾപ്പൊടി. ഓൾറെഡി നമ്മൾ ഇച്ചിരി ചേർത്തിട്ടുണ്ട്. ഒരു ശകലം മതി, ഒത്തിരി വേണ്ട. ഒത്തിരി ഇട്ടാൽ കറിയുടെ കളറ് മാറിപ്പോവും. ചെറുതായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി ഇതിനകത്ത് 2 സാധനം മെയിനായിട്ട് വരാനുണ്ട്. ഇതൊന്ന് കിടന്ന് തിളച്ച് ആ എണ്ണയൊക്കെ ഒന്ന് പിരിഞ്ഞ് വരണം, എണ്ണ തനിയെ വരണം. അതുവരെ നമ്മൾ തിളപ്പിച്ച് ഒന്ന് പറ്റണം. ഇപ്പോൾ കറിക്കകത്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നത് കണ്ടോ? എണ്ണയൊക്കെ നല്ലതായിട്ട് തെളിഞ്ഞ് വരുന്ന സമയത്ത് ഇപ്പോൾ വേണം നമ്മൾ ഉപ്പിട്ട് കൊടുക്കാനേ. നേരത്തെ ഉപ്പിട്ടാൽ ഒത്തിരി കറിയുള്ളതുകൊണ്ട് നമുക്ക് ഉപ്പിൻ്റെ അളവ് അറിയത്തില്ല, ഉപ്പ് കൂടിപ്പോവും. അപ്പോൾ ഇത്രയും കറിക്കുള്ള ഉപ്പാണ് ഇടേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പിടണേ. 1/2 സ്പൂൺ ഉപ്പിടാം, പിന്നെ നമുക്ക് നോക്കിയിട്ടിടാം. കളറൊക്കെ കണ്ടോ? ഇത് സൂപ്പറാ. ഇതിൻ്റെ കൂടെ ഇത് ഇങ്ങനെ കഴിക്കാം, പുളി ഒഴിക്കാതെ ഇങ്ങനെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഒരു ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി പിന്നെ കരച്ച് വെച്ചിട്ടുണ്ട്. നല്ല കറുപ്പ് പുളി, പഴയ പുളിയായതിന് നല്ലത്. പുളി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊരു 5 മിനിറ്റ് തിളയ്ക്കണം. ശകലം വെള്ളം കൂടി ഒഴിക്കാം, തിളയ്ക്കുമ്പോൾ കുറുവും. ശകലം വെള്ളം കൂടി ഒഴിക്കാം. ഒന്ന് അടച്ചു വെക്കാം, ഇല്ലെങ്കിൽ തിളച്ച് തെറിക്കുമല്ലോ. നോക്കിയേ, ഇത് സൂപ്പർ കളറിലായിരിക്കുന്നത്. നോക്കി എൻ്റെ കളറ് കണ്ടോ? അല്ലേ, ഉള്ളിയോട് ചേർത്ത്, ഉള്ളിയും തക്കാളിയും മുളകും ഇതെല്ലാം കൂടി ഇങ്ങനെ ചേർത്ത് നല്ല ചൂട് ചോറിലോട്ടൊഴിച്ച് ഒരു പിടി പിടിക്കണം അങ്ങ്. സൂപ്പർ. ഒരു ശകലം പോലും കഴിക്കത്തില്ലത്. ഉലുവായുടെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഉലുവായ്ക്ക് ഇത്രയും രുചിയുണ്ടെന്ന് ഈ കറി കൂട്ടുമ്പോഴാണ് അറിയുന്നത്. ഉലുവ അല്ലാതെ നമ്മൾ എങ്ങനെ കഴിച്ചാലും കഴിക്കുകയല്ലേ. ഉലുവായുടെ ഒരു മണവും ഒരു രുചിയും എല്ലാം കൂടെ അല്ല അടിപൊളിയായത്. നല്ല ചൂട് ചോറിനകത്തോട്ട് ഇതങ്ങോട്ട് ഒഴിച്ച് ഒരു പപ്പടവും കാച്ചി സൈഡോട്ട് വെച്ച് വേറെ ഒന്നും വേണ്ട. സൂപ്പർ. ഇതാണ് എൻ്റെ കൺസിസ്റ്റൻസി. ഇത് ഇറക്കി വെച്ച് കഴിയുമ്പോൾ ഇച്ചിരി കൂടെ കുറുകും. അതുകൊണ്ട് നമുക്ക് ഈ പരുവത്തിൽ ഇത് ഓഫ് ചെയ്തേക്കാം. കണ്ടോ? ഈ പരുവത്തിൽ ഓഫ് ചെയ്തേക്കാം. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ നല്ല മണമണക്കുന്ന രുചിയിൽ കൊങ്കു സ്റ്റൈലിൽ ഒരു ഉലുവ പുളിങ്കറി? സൂപ്പറല്ലേ? നന്നായിട്ടുണ്ട്. നല്ല രുചിയും മണവുമുള്ള, കാണാനും നല്ല സൗന്ദര്യമുള്ളൊരു കറിയായത്. ഇച്ചിരി കൂടെ കഴിയുമ്പോഴത്തേന് ആ എണ്ണയൊക്കെ മേളിൽ തെളിഞ്ഞിട്ട് അതിൻ്റെ ഒരു സ്ട്രക്ചറേ കാണാൻ അത്ര മനോഹരമായിരിക്കും. നിങ്ങൾ ഇത് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്കും ഷെയർ എല്ലാം ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ, സീ യു.